2025 യൂട്യൂബിന്റെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇതിൽ മെയിൻ ആയിട്ട് 4 അപ്ഡേറ്റ്സുകളാണ് യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വാച്ച് ടൈമും CTRഉം കൂടുന്നതിനനുസരിച്ചാണല്ലോ യൂട്യൂബ് വീഡിയോസ് കൂടുതൽ റെക്കമെൻഡ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഒതുക്കേണ്ട കണ്ടന്റ് ആയിരിക്കാം ചില ആൾക്കാർ അത് വലിച്ചു നീട്ടി അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ന്യൂസ് ചാനലിന്റെ ഒക്കെ എടുത്താൽ അവർ ഇതുപോലെയാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടാവും, അവരത് വലിച്ചു നീട്ടി ആ മെയിൻ കണ്ടന്റ് വീഡിയോന്റെ അവസാനമായിരിക്കും അവർ പറയുന്നത്. അപ്പൊ ആ മെയിൻ കണ്ടന്റ് അറിയാൻ വേണ്ടി ആളുകൾ ആ വീഡിയോ ഫുൾ ആയിട്ട് കാണും. ഇങ്ങനെയാണ് ഇവർ വീഡിയോന്റെ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത്. ഇപ്പൊ ഒരു കണ്ടന്റ് ഒരാൾ 10 മിനിറ്റും ഒരാൾ അരമണിക്കൂറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, ആ 10 മിനിറ്റിൽ ഈ കണ്ടന്റ് ഇവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ 10 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡ് സജസ്റ്റ് ചെയ്യുന്നത്. ആ വലിച്ചു നീട്ടിയ കണ്ടന്റിന് റീച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സെക്കൻഡ് അപ്ഡേറ്റിൽ പറയുന്നത്, ഇപ്പോൾ പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഞാൻ iPhone 16 വാങ്ങിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അതിന്റെ റിവ്യൂ ഇടുന്നു, എന്നിട്ട് അതിന്റെ ബയോയിൽ ഞാൻ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് കൊടുക്കുക, ടാഗ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചു. അപ്പൊ അതുവഴി നമ്മുടെ റിവ്യൂസ് കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് നമ്മളെ ബയോയിൽ കൊടുത്ത ലിങ്ക് വഴി ആൾക്കാർ കൂടുതൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാർ അത് പർച്ചേസ് ചെയ്യുമ്പോൾ ആ വീഡിയോക്ക് റീച്ച് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തേർഡ് അപ്ഡേറ്റിൽ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ പോലും അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവർ പ്ലേ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ കുറെ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പൈസ കൊടുത്തിട്ടൊക്കെ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളത് തടയാനുള്ള മെയിൻ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് നമുക്ക് ഇതിനെ പറയാൻ. ഫോർത്ത് അപ്ഡേറ്റിൽ പറയുന്നത്, കാറ്റഗറി മാറിയാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടെക് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അക്കൗണ്ടിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, എൻ്റെ വീഡിയോസിന് വ്യൂസും ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഞാനൊരു ട്രാവൽ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചോ, അതിന് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ടെക് റിലേറ്റഡ് വീഡിയോ കാണാനും അതിൻ്റെ അപ്ഡേഷനും അറിയാൻ വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ട്രാവൽ റിലേറ്റഡ് വീഡിയോ ഇടുകയാണെങ്കിൽ അതിന് റീച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ 4 അപ്ഡേറ്റുകളാണ് യൂട്യൂബ് 2025 അൽഗോരിതത്തിൽ പറയുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട 3 പോയിന്റ്സും കൂടെ യൂട്യൂബ് പറയുന്നുണ്ട്. ഫസ്റ്റ്, ഒറിജിനൽ ആൻഡ് എൻഗേജിങ് കണ്ടന്റ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസിന് റീച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സെക്കൻഡ്, കീവേഡ് ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുന്ന വീഡിയോസിന് ട്രെൻഡിങ് ആയിട്ടുള്ള കീവേഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ആവുമ്പോഴും നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തേർഡ് വണ്ണായിട്ട് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന വീഡിയോയിൽ തംബ്നെയിലാണ്. ഈ തംബ്നെയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോന്റെ മെയിൻ പോയിന്റ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നമ്മൾ കൊടുക്കുന്ന തംബ്നെയിൽ കണ്ടിട്ടാണ് ആൾക്കാർ ആ വീഡിയോ കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മളായാലും നമ്മൾ ആ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ടാണല്ലോ ആ വീഡിയോ പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ 4 അപ്ഡേറ്റുകളാണ് 2025 യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ പറയുന്നത്. കൂടുതൽ വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.